കൂട്ടരെ, നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. വരൂ, നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം. നമസ്തേ നമസ്തേ. എല്ലാവരും ഇരിക്കി. സുഹറ, ഹാജർ. നാരായണി, ഹാജർ. ഹനീഫ, ഹാജർ. അബ്ദുൽ റഷീദ്, ഹാജർ. മണ്ടശിരോമണി, ഹാജർ. നമുക്കിന്ന് ലേശം കണക്ക് പഠിച്ചാലോ? 2 കൂട്ടണം 2. ഹനീഫ പറയ്. 4 സാർ. 3 കൂട്ടണം 2. സുഹറ പറയ്. 5. അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട്. 1 കൂട്ടണം 1. പറ മണ്ടശിരോമണി, പറ. ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഇമ്മിണി ബല്യൊരു തോട്. അപ്പൊ രണ്ടൊന്ന് കൂടുമ്പം ഇമ്മിണി ബല്യൊന്ന്. മജീദ്, നീ മണ്ടശിരോമണി തന്നെ. നിനക്ക് ഞാൻ ഇമ്മിണി വലിയ സമ്മാനം തരാം. നീട്ടടാ കൈ. 1, 2, 3, 4, 5, 6. ഈ 6 അടിയും കൂടി ഇമ്മിണി വലിയൊരു അടിയായിട്ട് കൂട്ടിക്കളാം കേട്ടോ. ഇരിക്കവിടെ. 1 ഉം 2 മനസ്സിലായോടാ മണ്ടശിരോമണി? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ സുഹറ എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കിയത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മജീദിന്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് അത് സഹിച്ചിട്ടില്ല. അവൾ അവനടുത്ത് പോയി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സാറില്ലട്ടോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. ബാ ചെറുക്കനെ, നമുക്ക് പോവാ. ഹായ്. ഞാൻ പറിച്ചരാം, ഇത് പൊടിച്ച്. അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? ഈ കണക്ക് എല്ലാവരും എണീറ്റ് നിന്ന് ചെയ്ത് കഴിഞ്ഞവർക്ക് ഇരിക്കാം. ഇനി എല്ലാവരും സ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കി. ഹമ്പടാ മണ്ടശിരോമണി, ഇവിടെ വാ. വിചാരിച്ച പോലെ നിന്റെ തലയിൽ മുഴുവൻ കളിമണ്ണല്ലല്ലോടാ. മിടുക്കൻ. ഇവൻ ഇനി മണ്ടശിരോമണിയല്ല, ഇവൻ നമ്മുടെ ക്ലാസ്സിലെ 1-മനാണ്, മജീദ്. തന്നെ കളിയാക്കിയിരുന്ന കൂട്ടുകാർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് മജീദ് ഇരുന്നു. അതിനിടയിൽ നന്ദിയോടെ സുഹറയെ നോക്കി പാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടും ഇരുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. എല്ലാവരും നല്ല കുട്ടികളായി വീട്ടിൽ പോയിക്കോ കേട്ടോ. മജീദേ, എങ്ങനെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയത്? അതെ, ഇമ്മിണി വലിയ സീക്രട്ടാ. ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. ആ ഇമ്മിണി വലിയ സീക്രട്ട് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്. എന്നും ക്ലാസ്സിൽ നാരായണിക്ക് അപ്പുറം ഇരിക്കുന്ന സുഹറ അന്ന് ഇപ്പുറത്തേക്ക് മാറിയിരുന്നു. എന്നിട്ട് കണക്ക് ചെയ്യുന്ന സ്ലേറ്റ് മജീദിന് കാണത്തക്ക വിധത്തിൽ ചരിച്ചു പിടിച്ചു കൊടുത്തു. മജീദ് ആവട്ടെ ഒളി കണ്ടിട്ട് നോക്കി അതിവിദഗ്ധമായി അത് പകർത്തി എഴുതി ക്ലാസ്സിൽ 1-മനായി. ഇതാണ് മജീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇമ്മിണി വലിയ സീക്രട്ട്.